ഹായ്, വെൽക്കം ടു റൈസ് ടോക്സ്. എല്ലാവർക്കും റൈസ് ടോക്സിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് റേഷ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വിഷയം എങ്ങനെയാണ് ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനിയായി മാറിയത്. നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം എയർലൈൻസ് കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, അങ്ങനെ തുടങ്ങിയ ധാരാളം എയർലൈൻസ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ എങ്ങനെയാണ് വെറും 20 വർഷം മാത്രം പഴക്കമുള്ള ഒരു എയർലൈൻസ് കമ്പനി എന്ന് വെച്ചാൽ ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനിയായിട്ട് മാറിയത്? ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോ കോസ്റ്റ് കാരിയറാണ്. എന്ന് വെച്ചാൽ വിമാന നിരക്കിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര പോസിബിളാക്കുന്ന കമ്പനികൾക്ക്, എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് നിരക്ക് കൊടുത്തിട്ട് യാത്രക്കാർക്ക് വിമാന നിരക്ക് കൊടുത്തിട്ട് യാത്ര സാധ്യമാക്കുന്ന ഒരു കമ്പനികൾക്ക് പറയുന്ന പേരാണ്. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ആയിരിക്കും. വെച്ചാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കൊടുക്കുക എന്നത്. അങ്ങനെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള എയർലൈൻസുകളെ വിളിക്കുന്ന പേരാണ് ലോ കോസ്റ്റ് കാരിയേഴ്സ്, അതായത് ലോ കോസ്റ്റ് എയർലൈൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു എയർലൈൻസാണ് ഇൻഡിഗോ. എങ്ങനെയാണ് ഈ ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനിയായി മാറിയത് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എയർ ഇന്ത്യ ഉണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്, വിസ്താർ, അങ്ങനെ പല കമ്പനികളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും നേടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ 64% സ്വന്തമാക്കിയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എയർലൈൻസ് കമ്പനിയായി മാറിയത്. എന്നുവെച്ചാൽ മാത്രമല്ല, ഈ ഇൻഡിഗോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനികളിൽ ഒന്നാണ്. എന്നുവെച്ചാൽ നമുക്കറിയാം, അമേരിക്കയിലെ ഡെൽറ്റ എയർലൈൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനി. അവരുമായിട്ടൊക്കെ പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എയർലൈൻസ് ആണ് ഇൻഡിഗോ എയർലൈൻസ്. പിന്നെ എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ 2200 ഫ്ലൈറ്റ്സ് അവർ ഒരു ദിവസം ഏവറേജ് 2200 ഫ്ലൈറ്റ്സ് അവർ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഏകദേശം 8000 കോടിയോളം രൂപ പ്രോഫിറ്റും നേടുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് പ്രോഫിറ്റ് നൽകിയ ഏക എയർലൈൻസ് കമ്പനി എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഇങ്ങനെ 2023 മുതൽ തുടർച്ചയായിട്ട് എല്ലാ ക്വാർട്ടേഴ്സിലും പ്രോഫിറ്റ് നൽകുന്ന ഒരു കമ്പനിയാണ്. എന്താ പറയുക, തുടർച്ചയായിട്ട് പ്രോഫിറ്റ് നൽകുന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ എയർലൈൻസ്. എങ്ങനെയാണ് ഇൻഡിഗോ എയർലൈൻസ് ഈ 64% ഡൊമസ്റ്റിക് മാർക്കറ്റും പിടിച്ചടക്കിയിട്ട് എങ്ങനെയാണ് ഈ നിലയിലെത്തിയത്, ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലെത്തി? അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, എന്താ പറയുക, പണ്ട് എന്ന് വെച്ചാൽ ഒരു 2005-6 കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എയർ ട്രാവലിൽ ശരിക്കും നിയന്ത്രിച്ചതെന്ന് വെച്ചാൽ എയർ ഇന്ത്യ, പിന്നെ ജെറ്റ് എയർവേസ്, പിന്നെ കിങ് ഫിഷർ തുടങ്ങിയ എയർലൈൻസ് കമ്പനികളായിരുന്നു. എന്നാൽ 2005 രാകേഷ് ഗാംഗ്വാളും രാഹുൽ ഭാട്ടിയും ചേർന്നിട്ട് തുടങ്ങിയ ഒരു എയർലൈൻസാണ് ഇൻഡിഗോ എയർലൈൻസ്. ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ്റെ കീഴിലുള്ള എയർലൈൻസാണിത്. ഇതെന്ന് വെച്ചാൽ തുടങ്ങിയ രാകേഷ് ഗാംഗ്വാൾ എന്ന് വെച്ചാൽ അമേരിക്കയിൽ എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്തതാണ്. അവിടെയുള്ള ഒരു എയർലൈൻസിൻ്റെ CEO ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ട എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് ഈ ഒരു എയർലൈൻസ് ഇൻഡിഗോ എയർലൈൻസ് തുടങ്ങിയത്. ഒരു ലോ കോസ്റ്റ് കാരിയറായിട്ടാണ് ഈ എയർലൈൻസ് തുടങ്ങിയത്. 2005 തുടങ്ങിയ ഈ എയർലൈൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് പൈസക്ക് വിമാനയാത്ര പോസിബിൾ ചെയ്യുക എന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ വിമാനത്തിൽ ഭക്ഷണമൊന്നും ഫ്രീ ആയിട്ട് നൽകുന്നതായിരുന്നില്ല. പകരം എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് വാങ്ങും. അതായിരുന്നു അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി.
അത് വളരെയധികം വില പോവുകയും ചെയ്തു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. മിഡിൽ ക്ലാസ് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ വിമാനത്തിൽ എന്ത് കിട്ടുന്നു എന്നതിനേക്കാളും കൂടുതൽ വെച്ചാൽ വിമാന യാത്ര പോസിബിൾ ആവുക എന്നുവെച്ചാൽ ട്രാവൽ പോസിബിൾ ആവുക എന്നതായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉള്ളവർക്കാണെങ്കിൽ എന്ന് വെച്ചാൽ പിന്നെ പൈസ കൊടുത്താൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ വിമാന കമ്പനി ആരംഭിക്കുന്നത്. അതിലെന്ന് വെച്ചാൽ അതിൻ്റെ തുടക്ക വർഷങ്ങളിൽ അവർ ചെയ്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കുറേ വിമാനങ്ങൾ ഒറ്റയടിക്ക് നിർമ്മാണ കമ്പനികളിൽ നിന്നും വാങ്ങുക. എന്ന് വെച്ചാൽ എയർബസിൻ്റെ A320 തുടങ്ങിയ വിമാനങ്ങൾ എന്ന് വെച്ചാൽ വലിയ തോതിൽ വാങ്ങുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വെച്ചാൽ നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കും. വെച്ചാൽ 100 വിമാനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അതിനുള്ള ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ പൈസക്ക് വെച്ചാൽ ചെറിയ പൈസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു നല്ലൊരു ശതമാനം ഡിസ്കൗണ്ടിൽ അവർക്ക് വിമാനങ്ങൾ ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന വിമാനങ്ങൾ എയർക്രാഫ്റ്റ്സ് റെൻ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് വിൽക്കുക. എന്നിട്ട് ആ കമ്പനികളിൽ നിന്ന് ആ വിമാനങ്ങൾ ലീസിലെടുക്കും, വെച്ചാൽ വാടകയ്ക്ക് എടുക്കുക. അതാണ് ഇവരുടെ ഒരു എന്താ പറയുക സെയിൽ ആൻഡ് ലീസ് പോളിസി. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വളരെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇൻഡിഗോയിൽ യാത്ര ചെയ്താൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂടുള്ള ഭക്ഷണം കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓവൻ ഇല്ല. അപ്പോൾ ഓവൻ എന്ന് വെച്ചാൽ ഒരു 2-3 ഓവൻ വേണം ഒരു വിമാനത്തിൽ. ചൂടുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ, എല്ലാ യാത്രക്കാർക്കും കൊടുക്കാൻ. അപ്പോൾ 2-3 ഓവൻ ഏകദേശം എന്ന് വെച്ചാൽ ഒരു 40 മുതൽ 60 കിലോ ഭാരം ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ആ ഓവൻ ഉപയോഗിക്കാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ന് വെച്ചാൽ ഇന്ധന ചെലവിൽ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവർ ലാഭം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് എയർലൈൻസിൻ്റെ ഗ്രൗണ്ടിലുള്ള സമയം വളരെ കുറക്കുക. ഗ്രൗണ്ടിലെന്ന് വെച്ചാൽ അവർ വളരെ കുറച്ച് സമയം മാത്രമേ എത്രമാത്രം ഫാസ്റ്റിൽ ആൾക്കാരെ ഇറക്കിയിട്ട് ആൾക്കാരെ കയറ്റാൻ സാധിക്കും അത്രയും ഫാസ്റ്റിൽ അവർ എന്താ പറയുക ആൾക്കാരെ ഇറക്കിയിട്ട് എടുക്കാൻ നോക്കും. അങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സമയം കൂടുതൽ റൂട്ടുകളിലേക്ക് ഫ്ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എന്ന് വെച്ചാൽ അരമണിക്കൂറാണ് അവർക്ക് ലാഭമെങ്കിൽ ആ അരമണിക്കൂർ അവർക്ക് കൂടുതൽ മറ്റൊരു റൂട്ടിലേക്ക് ഫ്ലൈറ്റ് ഓടിക്കാം. എന്നുവെച്ചാൽ ആ റൂട്ടിൽ തന്നെ ഫ്ലൈറ്റ് ഓടിക്കാം. അതിനു വേണ്ടിയിട്ട് വളരെയധികം എന്താ പറയുക മാനേജ്മെൻറ്റ് വളരെ എന്താ പറയുക നല്ല മാനേജ്മെൻറ്റോടെ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ എല്ലാം കാര്യത്തിൽ നല്ല മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ. അതുമാത്രമല്ല, അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം എന്തെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്നതെല്ലാം ഒരേ മോഡൽ എയർക്രാഫ്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ A320, A321 മോഡൽ എയർക്രാഫ്റ്റ്സ് ആണ്, ഫാമിലിയിൽപ്പെട്ട എയർക്രാഫ്റ്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ എയർബസിൻ്റെ ഈ A320, A321 ഫാമിലിയിൽപ്പെട്ട വിമാനങ്ങളിൽ എന്ന് വെച്ചാൽ റേഞ്ച് എന്ന് വെച്ചാൽ 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കെന്ന് വെച്ചാൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഭൂരിഭാഗം മിഡിൽ ഈസ്റ്റും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ അവർക്കെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് സുഖമായിട്ട് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ 6 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മിഡിൽ ഈസ്റ്റും
സൗത്ത് ഈസ്റ്റ് ഏഷ്യയും അതുപോലെ സെൻട്രൽ ഏഷ്യയിലെ പല ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ A320 A321 ഫാമിലിയിൽ പെട്ടതാണ് അവരുടെ ഭൂരിഭാഗം എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അത് റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഡോക്കിലൊക്കെ ഇത് എയർലൈൻസ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ സെയിം കോമ്പണൻസ് ആയിരിക്കും എല്ലാ ഭൂരിഭാഗം എയർലൈൻസിനും വേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ പല ലാഭവും അവർ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല അവരെ ഫ്ലൈറ്റ്സിൻ്റെ ആവറേജ് പഴക്കം എന്ന് വെച്ചാൽ 3.6 വർഷമാണ്. അതിനർത്ഥം എന്ന് വെച്ചാൽ പുതുതായിട്ട് ഇറങ്ങുന്ന ഫ്ലൈറ്റ്സിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവയ്ക്ക് വളരെയധികം ഇന്ധനക്ഷമതയുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവയ്ക്ക് വെയിറ്റ് കുറവാണ്. ഈ ഒരു എയർലൈൻസിൻ്റെ ഏറ്റവും കൂടുതൽ ചിലവുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂവൽ കൺസംഷനാണ്. അങ്ങനെ ധാരാളം ലാഭം ഇൻഡിഗോ എയർലൈൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും വളരെ എന്ന് പറഞ്ഞാൽ അവരുടെ എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം, അവർ നൽകുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ വളരെയധികം നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ, നല്ല മാനേജ്മെൻറ്റ് അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന കമ്പനിയാണ് എന്താ പറയാൽ ഇൻഡിഗോ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് എന്താ പറയുക ഇൻഡിഗോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായി മാറിയത്. എന്ന് വെച്ചാൽ 64%, ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ 64% ഉണ്ട് ഇവരുടെ കയ്യിൽ. മാത്രമല്ല COVID-19 വന്നപ്പോൾ അവരെന്ന് വെച്ചാൽ കാർഗോയിലേക്ക് ഈവൻ പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ്സ് വരെ കാർഗോ ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട്, കാർഗോ ക്യാരിയറായിട്ട് ഉപയോഗിച്ചിട്ട് സീറ്റ്സിലൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് കാർഗോ വെച്ചിട്ട് കൊണ്ടുപോയ ബിസിനസ് സ്ട്രാറ്റജി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക ബിസിനസ് സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു എയർലൈൻ കമ്പനിയാണ് ഇൻഡിഗോ എയർലൈൻസ്. ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. സോ ഗുഡ് ബൈ, ടേക്ക് കെയർ.